ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് രണ്ടാമത്തെ മിനി ബൊക്കറ്റാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഒരു ബൊക്കെ ഷീറ്റ് ഒന്ന് മുറിക്കുന്നതിൻ്റെ ഒരു ട്രയൽ എടുത്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനൊരു നമ്മളിപ്പോൾ എടുക്കുന്ന ഈ ഒരു സ്ക്വയർ പേപ്പർ പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഒരു ബൊക്കറ്റ് ഷീറ്റ് 4 മടക്കിയതിൽ അതിൻ്റെ 4 ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇത് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വിചാരിക്കണം, 4 ഭാഗമാണ് നമ്മൾ എടുക്കുന്നത്. അതിലേക്ക് ഒരു പെൻസില്, സ്കെയില്, ഒരു കത്രിക, സെല്ലോ ടേപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ A4 പേപ്പറിനെ, അതായത് സ്ക്വയർ ടൈപ്പിലുള്ള പേപ്പറിനെ 4 മടക്കി, അതായത് ഇത് ഓർക്കണം, നമ്മൾ ബൊക്കറ്റ് ഷീറ്റിൻ്റെ 4 ഭാഗം മാത്രമാണ് എടുത്തത് കേട്ടോ. എന്നിട്ട് അതിനെ 4 മടക്കി, 4 മടക്കിയിട്ട് നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്ത പോലെ, ഫസ്റ്റത്തെ വീഡിയോയിൽ ചെയ്ത പോലെ കട്ട് ചെയ്തെടുക്കുക. ഒന്നും വേണ്ട, 4 കട്ട് ചെയ്തിട്ട് അതിൽ ഒന്നെടുക്കുക. എന്നിട്ട് ഒന്നെടുത്തിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് എടുത്തിട്ട് ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ടും ഈ ഒരു ഭാഗത്തുനിന്ന് ഇങ്ങോട്ടും ജസ്റ്റ് ഇങ്ങനെ വെക്കുക. മനസ്സിലായില്ലേ? അതായത് ഈ ഒരു 4 ആ ഒരു 4 അതായത് ഒരു ബൊക്കറ്റ് ഷീറ്റിൻ്റെ 4 എടുത്തതിനെ അതിനെ വീണ്ടും നമ്മൾ 4 മുറിക്കുക. അതിലൊരു കഷ്ണം എടുക്കുക, ഒരു പീസ് എടുത്തിട്ട് നമ്മൾ ഇതാ ഒരു സൈഡിൽ നിന്ന് ഉള്ളോട്ടേക്ക് ഇങ്ങനെയും മറ്റേ സൈഡിൽ നിന്ന് ഉള്ളോട്ടേക്ക് ഇങ്ങനെയും മടക്കി കൊടുക്കുക. അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. എന്നിട്ടൊരു സെല്ലോ ടേപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ ഒട്ടിച്ചിട്ട് നമ്മൾ ശരിക്കും ഒരു നമ്മൾക്ക് ഇതിൽ വെക്കാനുള്ള ഒരു ടൂത്ത് പിക്കും ഫ്ലവറൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത സാധനം വെക്കാനുള്ളത് എത്ര ലെങ്ത്ത് വരെ പോവാന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മളിതാ ഈ നടുവിലിതാ ഏകദേശം ഇവിടെ വരെ നമുക്ക് എന്ത് വെക്കാം, ഫ്ലവർ വെക്കാം. അതായത് കുറച്ച് നമുക്ക് പുറത്തേക്ക് കാണണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ ഫ്ലവർ വെക്കും. ഈ ഒരു സൈഡിൽ നമ്മൾ ഒരു ഫ്ലവർ ഇങ്ങനെ വെക്കും. ഒരു തെർമോകോളിൻ്റെ കഷ്ണത്തിൽ കുത്തിയിട്ട് ഫ്ലവർ ഇങ്ങനെ വെക്കും. എന്നിട്ട് നമ്മൾ അടുത്ത കഷ്ണം എടുക്കുക. അടുത്ത കഷ്ണം നമ്മൾ ഇതുപോലെയല്ല എന്ത് ചെയ്യുക, മടക്കുക. ജസ്റ്റ് ഒന്ന് മുന്നിക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ മടക്കുക. പിന്നെ ഈ ഒരു ഭാഗം എടുത്താണ്ട് ഇങ്ങനെ ബേക്കിക്കും, അങ്ങനെ മടക്കുക. അങ്ങനെ മടക്കിയിട്ട് നമ്മൾ എന്താക്കണം, ഇതിൻ്റെ ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മടക്കിയ ശേഷം രണ്ട് സൈഡിലുള്ളതും നമ്മളിതാ ഒന്ന് ഉള്ളോട്ടേക്ക് ഒന്ന് ഇപ്പുറത്തേക്കും ഇങ്ങനെ മടക്കി. എന്നിട്ട് ഇതിങ്ങനെ വെക്കാം. ഞാൻ തെർമോക്കോളിൻ്റെ ഒരു ചെറിയ കഷ്ണം ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് കറക്റ്റ് നിൽക്കില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തെർമോക്കോൾ. അതായത് നമ്മൾ ആദ്യം ബൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തെർമോക്കോൾ വെക്കും. അപ്പോൾ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒരു തെർമോക്കോൾ അത് ബൊക്കയിലുണ്ടാവും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതേപോലെ ഈ സൈഡും ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടും. അതായത് നമ്മൾ അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് വലിപ്പം കൂട്ടിയും എത്ര ലെങ്ത്ത് വേണോ, അങ്ങനെ ബൊക്കേൻ്റെ എൻഡ് ഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കണമെന്നൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അതിനനുസരിച്ച് ഇതാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിക്കുക. സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിക്കുക. അതേപോലെ ബാക്ക് സൈഡിലും സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിക്കുക. ബാക്ക് സൈഡിൽ നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് ഒട്ടിക്കുക, കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്.
എന്നിട്ട് നമ്മളില്ലേ ബാക്കി വരുന്ന, അതായത് ഈ ഒരു ഇതിൻ്റെ ലെങ്ത്ത് ചിലപ്പോൾ ബാക്കി കുറച്ച് വരും, അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. ഇതിലിപ്പോൾ ബാക്കിയില്ല, എന്നാലും പറഞ്ഞതിന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് നോക്കുക. താഴ്ഭാഗത്തേക്ക് നമ്മൾ എത്ര ലെങ്ത്താണോ വേണ്ടത് അതിനനുസരിച്ചാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കുക. വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ ഇത്രയാണ്. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കവർ ചെയ്യണമെങ്കിൽ ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ആ ഒരു ഇതിലുള്ള അടുത്ത നാലാമത്തെ നമ്മൾ ഈ ഒരു കഷ്ണം 4ആക്കി ഭാഗിച്ചതിൽ 4ാമത്തെ കഷ്ണം എന്ത് ചെയ്യുക, അതിനനുസരിച്ച് ഒന്ന് മുറിച്ചെടുക്കുക. അതിനനുസരിച്ചിട്ട് മുറിച്ചെടുക്കുക. അതിനനുസരിച്ച് മുറിച്ചെടുത്തിട്ട് നമ്മൾ ഇതിനെ ഒന്നും കൂടി 2ആയിട്ട് മുറിക്കുക. 2ആയിട്ട് മുറിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഇങ്ങനെ ഒന്ന് 1 2 3 4 പ്ലേറ്റ് എടുക്കൂലേ, അതേപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കാം. അങ്ങനെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതായത് ഇവിടെ ഇങ്ങനെ മുൻഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് കറക്റ്റ് ബൊക്കയിലാവുമ്പോൾ അങ്ങനെ നിൽക്കും. ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അവിടെയും സെല്ലോ ടേപ്പ് എടുത്താണ്ട് ഒട്ടിക്കുക. നെക്സ്റ്റ് 2ാമത്തതും ഇതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പ്ലീറ്റ് എടുക്കുക. പ്ലീറ്റ് എടുത്തിട്ട് നമ്മളതും അങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ചിട്ടൊന്ന് ഒട്ടിക്കുക. സെല്ലോ ടേപ്പ് എടുത്ത് ഒട്ടിക്കുക. എന്നിട്ട് ബാക്കി വരുന്ന ഒരു കഷ്ണം കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ബാക്ക് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്യുക. ചിലപ്പോൾ അത് തികയണമെന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു ചെറിയൊരു പീസ് നമുക്ക് അറിയാം എത്ര വേണ്ടി വരുമെന്ന്. ഇവിടുത്തെ ഒരു ഇതിനുള്ള ഒരു പീസ് എടുത്തിട്ട് നമ്മളൊന്ന് റെഡിക്കൊന്ന് ഇവിടെ ഈ ഭാഗം ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. പിന്നീട് നമ്മൾ എടുത്ത അതേ സൈസിലൊരു പേപ്പറിൻ്റെ കഷ്ണം കൂടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് ബേക്കിലിങ്ങനെ ഒന്നുകൂടി വെച്ച് കൊടുക്കുക. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും. ഓക്കെ, എന്നിട്ട് അതും നമ്മൾ സെല്ലോ ടേപ്പ് യൂസ് ചെയ്താണ്ട് എന്താക്കുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുക. സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. 2 ഭാഗത്തും ഒട്ടിച്ചു കൊടുക്കുക. ഈ ബാക്ക് വശം നമ്മളിങ്ങനെ ഒട്ടിക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ ഒന്നും കൂടി എന്താക്കണം, ഒരു കഷ്ണം കൂടി യൂസ് ചെയ്തിട്ട് ഇവിടെ അങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ ഒരു ഇതും കൂടി കൊടുക്കണം. ഒരു ഇതും കൂടി കൊടുത്തിട്ട് നമ്മൾ സെക്യൂർ ചെയ്യണം. എന്നിട്ട് ബാക്കിൽ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ചെടുക്കുക. അതായത് ഈ ഒരു ബാക്ക് വശം മുഴുവനായിട്ട് കവർ ചെയ്യണം. ഞങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ബൊക്കെ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് പറഞ്ഞുതരും. ഇത് ജസ്റ്റ് ഒന്നും കൂടി അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതാ ബാക്കിൽ ഈ തെർമോക്കോളിൻ്റെ ഭാഗം ഒന്ന് പൊന്തി നിൽക്കും. തെർമോക്കോൾ വെച്ച സൈഡ് ഇതിവിടെയാണ് നമ്മളിത് തെർമോക്കോൾ ഉള്ളത്. ശരി, ആ ഭാഗം ഒന്ന് പൊന്തി നിൽക്കും. അപ്പോൾ നമ്മൾ ആ ഭാഗത്തേക്ക് എന്താക്കുക, അതിനനുസരിച്ച് ബാക്ക് ഭാഗം ഒന്ന് മടക്കി കൊടുത്തിട്ട് ഒന്ന് ബാക്കിലുള്ള ഈ ഒരു ഭാഗം കൂടി ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കിയിട്ട് ഇവിടെ ഒരു സെല്ലോ ടേപ്പും കൂടി ഇട്ട് കൊടുക്കുക.
എന്നിട്ട് വേറൊരു കഷ്ണം കൊണ്ട് വേറൊരു കഷ്ണം യൂസ് ചെയ്ത് ഒന്നും കൂടി മുഴുവനായിട്ട് കവർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഒരു സെല്ലോ ടേപ്പും കൂടി വെച്ച് കൊടുക്കുക. ഇപ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഉണ്ടാവുക. ഇതിനൊരു റിബൺ കെട്ടി കൊടുക്കുക. ഇതിങ്ങനെ ഒരു ഡെമോ ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കാണിക്കാൻ കഴിഞ്ഞത്. ഇത് ഒന്നും കൂടി നിങ്ങൾക്ക് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബൊക്കെ ഷീറ്റും ഒന്നും ഇല്ലാത്തവരുണ്ടാവില്ല, ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം എന്നുള്ളവർക്ക്. അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക, ഒന്നുകൂടി എളുപ്പമാവട്ടെ വെച്ചിട്ടാട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഇതായിട്ടാണ് നിൽക്കുക. വേണമെങ്കിൽ ഇതിൽ കുറച്ചും കൂടി ബൊക്കെ ഷീറ്റൊക്കെ കൂട്ടിയിട്ട് നമുക്ക് ഒന്നും കൂടി രസമാക്കാം. നമുക്കിനി ബൊക്കെ ഷീറ്റ് യൂസ് ചെയ്തിട്ട് ഒരു മിനി ബൊക്കെ ഉണ്ടാക്കണം. ഇതേപോലത്തെ ഒരു ബൊക്കെ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം.